ഗൈസ് നമ്മൾ തേച്ചു S25 സ്ലിം അല്ലായിരുന്നു ഗൈസ്, S25 എഡ്ജ്. എന്നാലും ഈ എഡ്ജ് എന്ന് പറഞ്ഞ പേര് എന്തുകൊണ്ട് എന്റെ തലയിൽ പോയില്ല? ഈ കാണുന്നതാണ് ഐറ്റം S25 എഡ്ജ്. പക്ഷെ ഇറങ്ങിയിട്ടില്ല, പേടിക്കണ്ട. എന്നാലും മാസങ്ങൾക്ക് മുന്നേ സാംസങ് മാപ്പ് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നില്ലേ? ഇന്നലെ മനസ്സിലായി എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന്. ഇവന്റ് കണ്ടവർക്ക് അത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, കണ്ടിട്ടില്ലാത്തവർക്ക് ഇതേ ചുരുക്കി അങ്ങോട്ട് പറഞ്ഞുതരാം. ബേസിക്കലി ഇപ്പൊ സാംസങ്ങും ഗൂഗിളും നല്ല കട്ട ചങ്സാണ്. നമ്മുടെ ഈ പരിപാടിയില്ലേ ഗൂഗിൾ ജെമിനി എന്നാണോ അവരുടെ ഏറ്റവും പുത്തൻ ഫീച്ചേഴ്സ് ആദ്യമായിട്ട് S25 സീരീസിലായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഒരു കൊല്ലം മുന്നേ ഈ സാധനം ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് നമ്മളിങ്ങനെ വട്ടം വരയ്ക്കുന്ന സർക്കിൾ ടു സെർച്ച് ഏറ്റവും ആദ്യം സാംസങ് ഫോണിലല്ലേ കൊണ്ടുവന്നേ, പിന്നീട് മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിലും വന്നു. അതേപോലെ ആദ്യമായിട്ട് ജെമിനിയുടെ 2 ഫീച്ചറുകൾ, സ്ക്രീൻ ജെമിനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഫീച്ചറും ലൈവ് ആയിട്ടുള്ള വീഡിയോയും. പക്ഷെ കോമഡി എന്താന്ന് വെച്ചാൽ ഈ 2 ഫീച്ചറും പെയ്ഡ് ആണ്. ജെമിനി അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ അവരുടെ കാറ്റഗറിയിൽ വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ പേടിക്കേണ്ട, S25 സീരീസ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ 6 മാസത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കിട്ടും. ശരി, സാംസങ്ങിൻ്റെതായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പുതിയ നൗ ബാർ ഉണ്ട്. അതായത് നിങ്ങളൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മണിക്ക് മീറ്റിംഗ് ഉണ്ട് എന്ന് നിങ്ങൾ കലണ്ടറിൽ സേവ് ചെയ്ത് വെച്ചു, ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് നിങ്ങൾ റിമൈൻഡർ ഇട്ട് വെച്ചു, ഇന്ന സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് നോട്ട്സ് ഒക്കെ എഴുതി വെച്ചു, കൃത്യമായിട്ട് ക്ലോക്കിൽ ഓരോ മീറ്റിങ്ങുകൾക്ക് അലാറം ഒക്കെ വെക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ അതാത് സമയങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നൗ ബാറിൽ എഴുതി കാണിക്കും. ആൻഡ് രാവിലെ എണീക്കുമ്പോൾ തന്നെ റീൽസ് സ്ക്രോൾ ചെയ്യലും നോട്ടിഫിക്കേഷൻ നോക്കലും വാട്സാപ്പിൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കലും അല്ല നിങ്ങളുടെ പരിപാടി എങ്കിൽ ഫോണിന്റെ ലോക്ക് സ്ക്രീനിൽ തന്നെ നൗ ബ്രീഫ് എന്ന് പറയുന്ന സാധനം വരും. അതുമേ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതി കാണിക്കും. കൂടാതെ ലൈവ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഫുട്ബോൾ മാച്ച് ഒക്കെ കാണുമ്പോൾ സ്കോർസ് ഒക്കെ അവിടെ ലൈവായിട്ട് അപ്ഡേറ്റ് ആവും. പക്ഷെ ശരിക്കും ഇത് One UI 7 ഒരു ഫീച്ചറാണ്. പക്ഷെ One UI 7 എന്ന് പറഞ്ഞില്ല. വൈ ഐ ഡോണ്ട് നോ. ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ അവരൊരു പേഴ്സണൽ ഡേറ്റ എഞ്ചിൻ ഉണ്ട്. അതായത് നിങ്ങളുടെ മൈൻഡിൽ കൂടെ ഓടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഫോൺ പഠിച്ചിട്ട് ഫോൺ തന്നെ നിങ്ങളുടെ ഒരു മൈൻഡ് ഉണ്ടാക്കി വെക്കും. അതായത് പണ്ടൊക്കെ പല ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇനി തൊട്ട് സാംസങ്ങിന്റെ ആപ്ലിക്കേഷനുകളിലൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാത്രമല്ല അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പുറകെ നടക്കുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നമ്മൾക്ക് ഇതേപോലെ അടുത്തത് നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നത് എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്ത് പറഞ്ഞുതരാൻ പോകുന്നത് എന്ന് പറയുന്നു. ഇതാണ് പേഴ്സണൽ ഡേറ്റ എഞ്ചിൻ. നമ്മുടെ ചാനൽ പല സ്മാർട്ട് ഫോൺസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ പല AI ഫീച്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുമായിട്ട് ഇതിന് സാമ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് അടിക്കുക. വേറൊന്നുമല്ല, നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടാസ്ക് ബാറിനകത്ത് പുതിയ ഒരു AI സെലക്ട് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആണെങ്കിൽ ആ ടെക്സ്റ്റിന് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സമ്മറൈസോ ബുള്ളറ്റ് പോയിന്റോ ടേബിളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഇനി ഫോട്ടോ ആണെങ്കിൽ ആ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫോട്ടോനെ വെച്ചിട്ട് AI വെച്ച് ജനറേറ്റ് ചെയ്തെന്തെങ്കിലും അവതാരൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കാണിച്ചു തരും. പക്ഷെ അവർ പറയുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ നിങ്ങളുടെ ഒരു കൂട്ടുകാരനായിട്ട് കാണുക, കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാമെന്നാണ്. വോയിസ് ആണ് മെയിൻ പരിപാടി. അതായത് എനിക്ക് കുറേ നേരം ഫോൺ കുത്തിയിരുന്നിട്ട് കണ്ണ് വേദന എടുക്കുന്നു ഫോണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കംഫർട്ട് മോഡ് ഫോൺ നിങ്ങൾക്ക് വേണ്ടി ഓണാക്കി തരും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണമെന്ന് മാത്രം. ഈവൻ ഫോട്ടോസ് ആപ്പിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ലുങ്കി എടുത്ത് കുളക്കരയിലിരുന്ന് മീൻ പിടിച്ച ഫോട്ടോ വേണം എന്നൊക്കെ പറയുവാണെങ്കിൽ അത് കണ്ടുപിടിച്ച് തരും. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത്, അതും ഓഫ്ലൈൻ ആയിട്ട്. ഇനി മുതൽ സർക്കിൾ ടു സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് വല്ല ഫോൺ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ ഇവന്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിപൂർവ്വം കണ്ടുപിടിച്ച് ഫോൺ നമ്പറാണോ, കോൾ വിളിക്കണോ, ഇമെയിലാണോ, ടൈപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ഇവന്റ് ആണോ, കാലണ്ടറിൽ ആഡ് ചെയ്യണോ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. സ്മാർട്ട്. ഈവൻ ഇതിലിപ്പോൾ ഏതാണ് പാട്ട് വെച്ചേക്കണമെന്ന് അറിയാനായിട്ട് സർക്കിൾ ടു സെർച്ച് ഇങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാട്ടിന്റെ ഐക്കൺ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കേട്ടിട്ട് ഏതാണ് ആ പാട്ട് എന്ന് പറഞ്ഞു തരും. അത് ഓൾറെഡി ഉള്ള ഫീച്ചറാണ്. അത് വീണ്ടും ഒന്ന് ഇവന്റിൽ പറഞ്ഞു. അത് മാത്രമല്ല വീണ്ടും ജെമിനി ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ടായി. ജെമിനി അവരുടെ പല സാംസങ് ആപ്ലിക്കേഷൻ, സാംസങ് നോട്ട്സ്, സാംസങ് കാലണ്ടർ, സാംസങ് റിമൈൻഡർ, സാംസങ് ക്ലോക്ക് ഇവരൊക്കെ ആയിട്ട് കണക്ഷൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ജെമിനിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ആൻഡ്രോയിഡ് XR സാംസങ്ങിന്റെ ഇനി വരാൻ പോകുന്ന സാംസങ് ഗ്ലാസസിന്റെ ഒരു ചെറിയ ടീസർ കാണിച്ചായിരുന്നു. ആൻഡ് ഈ ഒരു AI ടെക്നോളജിയൊക്കെ വെച്ചിട്ടാണ് ഈ ഗ്ലാസ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി, പിന്നീട് ഇതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞു പോയി. അല്ല, ഇത്രത്തോളം AI പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഡേറ്റയൊക്കെ ക്ലൗഡിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ പ്രൈവസിക്ക് പ്രശ്നം ഉണ്ടാവോ എന്ന് ചോദിച്ചവർക്കുള്ളൊരു മറുപടിയായിട്ട് പ്രൈവസിക്ക് യാതൊരു പ്രശ്നമില്ല, ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഡേറ്റ ഈ സെർച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഡിലീറ്റ് ആക്കി കളയും. എനിക്കോട് ആദ്യമായിട്ടൊരു സാംസങ് ഇവന്റിൽ ഇത്രമാത്രം പ്രൈവസി എന്ന് എടുത്തെടുത്ത് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അതിനോ S25 സീരീസ് ഏതാണെന്ന് അറിയാനായിരിക്കും നിങ്ങൾ ഈ വന്നേക്കണം. ഇത്രയും നേരം അതിനെപ്പറ്റി ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ എന്നല്ലേ? ഞാനല്ല ഇവന്റിലും മിണ്ടിയില്ല. തുടങ്ങിയപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിലെ S25 അൾട്രയുടെ ഒരു ഫോട്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ടായി. അത്ര ഉള്ള റിവ്യൂല് കാര്യമായിട്ട് ആകാംക്ഷ ഒന്നും കൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായില്ല. ആൻഡ് ഇത്രയും നേരത്തെ ജെമിനിനും AIക്കും ശേഷമാണ് അവർ വന്ന് പറയുന്നത് ഞങ്ങളുടെ ഫോണിൽ ഏറ്റവും പുതിയ Snapdragon 8 Elite 4 Galaxy ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എക്സിനോസിനൊക്കെ
ഞങ്ങൾ വിട്ടു. 3 നാനോമീറ്ററിന് ഈ ഒരു പ്രോസറിന്റെ ഗുണം എന്താണെന്നറിയോ? ഇതിനകത്ത് കിടിലൻ NPU ഉണ്ട്. AI പരിപാടികളൊക്കെ സ്മൂത്ത് ആയിട്ട് ചെയ്യാം. അതിനോ അവിടെയും AI കൊണ്ടുവന്നു. ബട്ട് സ്റ്റിൽ ഒരു സംഭവം എനിക്ക് ഇഷ്ടമായി. ഇതിനകത്ത് പുതിയ പ്രോ സ്കെയിലർ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഡേറ്റ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് 480p ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ 4K അപ്സ്കെയിൽ ചെയ്ത് കാണാം. അടിപൊളിയായിട്ട് 4K ഇത് ആക്കി തരും. 4K അവർ 8K ആക്കുമെന്ന് അറിയില്ല. പക്ഷേ ലോ റെസൊല്യൂഷൻ ഹൈ റെസൊല്യൂഷൻ ആക്കാൻ പറ്റും. അത് പല ആപ്ലിക്കേഷൻസിലും മറ്റും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സൂം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നല്ല ക്ലാരിറ്റി കാണും. പ്രോസസ്സറിനെ പറ്റിയൊന്നും കാര്യമായിട്ട് തള്ളിയില്ല എങ്കിലും വേറൊരു കാര്യം അവർ പറഞ്ഞു, അതിൻ്റെ കൂളിംഗ് സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടി ബെറ്റർ കൂളിംഗ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ്. സോ നല്ല റേ ട്രേസിങ് ഗെയിമുകളൊക്കെ സുഖമായിട്ട് ഇത് കളിക്കാൻ പറ്റും. ആൻഡ് റേ ട്രേസിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഫോൺ കൂളായിരിക്കും എന്നുള്ള കാര്യവും പറഞ്ഞു. ഇനി ഫ്രണ്ടിലെ ഗ്ലാസ് കോണിംഗ് ഗോറില്ല ഗ്ലാസ് ആർമർ 2 സെറാമിക് എന്നൊരു വാക്ക് അവർ ഉപയോഗിച്ചായിരുന്നു. സെറാമിക് കോട്ടിംഗ് ഉള്ളൊരു ഗ്ലാസ് ആണ്. ബെസൽ സ്ലിം ആക്കിയോണ്ട് തന്നെ ഡിസ്പ്ലേ കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. 6.9 ഇഞ്ച് ഏത് അൾട്രയിൽ. ആൻഡ് ഈ അൾട്രയുടെ ചുറ്റുമുള്ള ഫ്രെയിം പ്യുവർ ടൈറ്റേനിയം വെച്ചാണ്. 25 and 25+ കാര്യം പറയുകയാണെങ്കിൽ പഴയ ആർമർ അലൂമിനിയം തന്നെയാണ്. 2 സെക്കൻഡ് വേരിയന്റ്. ശരിയാണ്. ക്യാമറയെ പറ്റി പറയൂ എന്ന് പറയുമ്പോൾ ക്യാമറയിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അപ്പേച്ചർ കൺട്രോൾ ചെയ്യാം. ഫിസിക്കലല്ല, വിർച്വൽ അപ്പേച്ചർ. ഇവിടെ മറ്റേ ബൊക്കെ, നമുക്ക് ബൊക്കെ കൂട്ടാം കുറയ്ക്കാം സ്ലൈഡർ വെച്ച്. പിന്നെ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തു, വേറൊരു ഫോട്ടോ കണ്ടു, അതിനകത്തുള്ള ഫിൽറ്റർ എനിക്ക് ഇഷ്ടമെങ്കിൽ ആ ഫോട്ടോനെ പിടിച്ചെടുത്ത് ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ ആ ലട്ട് ഇതിലേക്ക് വരും. സ്വന്തമായിട്ട് ഫിൽറ്ററൊക്കെ ഉണ്ടാക്കാം. ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കണ്ണടയ്ക്കുന്ന കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അവനെ തെറി പറയണ്ട, പാവം. നമുക്ക് ഫോൺ വെച്ച് തന്നെ ബെസ്റ്റ് ഫേസ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇതിലും വന്നിട്ടുണ്ട്. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പകല സമയത്തല്ല, നൈറ്റിലാണ് കുറച്ചുകൂടി അടിപൊളി എന്നാണ്. നൈറ്റിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏയുടെ സഹായം ഉപയോഗിച്ച് ഇപ്പം ഞാൻ ഇങ്ങനെ അനങ്ങി സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പം ഞാനാണ് അനങ്ങുന്നത് എന്ന് കണ്ടുപിടിച്ച് എന്നെ സെപ്പറേറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് നല്ലപോലെ ക്യാൻസൽ ചെയ്യുകയും എന്നെ കുറച്ചുകൂടി ബെറ്റർ ആക്കി, അതായത് നമുക്ക് കാണുമ്പോൾ ഒരു നോയ്സ് കുറഞ്ഞ വീഡിയോ പോലെ ആക്കി തരും. ശരി, അപ്പോൾ ഇനി എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ 50 മെഗാപിക്സലിൽ അൾട്രാ വൈഡ് ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. 50 മെഗാപിക്സലിൽ നിങ്ങൾക്ക് അടുത്ത് പോയി മാക്രോ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന്. ടെലിഫോട്ടോ വെച്ച് നല്ല മാക്രോ എടുക്കാൻ പറ്റും നമ്മൾ കണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വൈ സ്റ്റിൽ മാക്രോനെ പിടിച്ച് അൾട്രാ വൈഡിൽ ഇട്ടേക്കുന്നത്. വാട്ട് ഈസ് യുവർ തോട്ട്സ് അബൌട്ട് ദിസ്? ഇനി വീഡിയോ പ്രാന്തന്മാർക്ക് ഇതിനകത്ത് ലോഗിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റും. 10-bit ATVC ഫോർമാറ്റ് എന്നാണ് അവർ പറയുന്നത്. അതായത് സൈസ് കുറച്ച് എന്നാൽ നല്ലൊരു ക്വാളിറ്റിയിൽ ലോഗ് എടുക്കാൻ പറ്റുമെന്ന്. പിന്നെ വന്നിരിക്കുന്നത് ഔട്ട്ഡോറിലൊക്കെ നിങ്ങൾ വ്ളോഗ് എടുക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്ക് വ്ളോഗൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സുകൾ ഉണ്ടല്ലോ, AI അതൊക്കെ അനലൈസ് ചെയ്ത് ഇത് കിളിയുടെ ശബ്ദം, ഇത് നേച്ചറാണ്, ഇത് കാറ്റടിക്കുന്ന ശബ്ദം, ഇത് വിൻഡാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോന്നിനും കൺട്രോളർ കിട്ടുന്നുണ്ട്. ഓരോന്നിനും എന്താ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഡ്രില്ലടിക്കുവാണെങ്കിൽ ആ ശബ്ദം എൻ്റെ വീഡിയോയിലുണ്ടെങ്കിൽ അത് മാത്രം കണ്ടുപിടിച്ച് എനിക്ക് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് എനിക്ക് യൂസ്ഫുൾ ആവും. ഇനി ഫോണിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ സാംസങ് ഹെൽത്ത് ആപ്പിനകത്ത് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അല്ല, ഫോണിനെ പറ്റി പറയുമെന്നല്ലേ പറഞ്ഞു, എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അതാണ് ഫോണിനെ പറ്റി തന്നെയാണ് പറയുന്നത്. ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ സാംസങ് ഹെൽത്തിനകത്ത് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അവിടെ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ സാംസങ്ങിന്റെ സ്മാർട്ട് തിങ്സ് ആപ്ലിക്കേഷന്റെ അകത്ത്, അതായത് സ്മാർട്ട് ഹോമിനകത്തൊക്കെ നിങ്ങൾക്ക് ഇനി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇനി ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ പഴയ ഫോണ് കൊടുക്കുകയാണെങ്കിൽ പഴയ ഫോണിൻ്റെ അകത്തുള്ള ബാറ്ററി എടുത്തിട്ട് അതിനകത്തുള്ള കൊബാൾട്ടൊക്കെ എടുത്തിട്ട് അവർ പുതിയ S25 സീരീസുള്ള ബാറ്ററി ഉണ്ടാക്കും. അത് 50% റീസൈക്കിൾ ചെയ്ത സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. അത് നല്ല പരിപാടിയാണല്ലോ. 50% റീസൈക്കിൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് 50% കുറഞ്ഞ വിലയ്ക്ക് ഫോൺ കിട്ടുമായിരിക്കും. S25 അൾട്രയുടെ വില 1,19,999 രൂപ. S25 പ്ലസ് ആണെങ്കിൽ 99,999. ആൻഡ് S25യുടെ കാര്യം പറയുകയാണെങ്കിൽ 80,999 അല്ലേ? കറക്റ്റ് അല്ലേ? സോ ബേസിക്കലി ഇതായിരുന്നു ഇവന്റ്. നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തവണ അവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് AI തന്നെയാണ്. കാര്യമായിട്ടുള്ള ഹാർഡ്വെയറിനെ പറ്റി ഒന്നും സംസാരിക്കാത്തതിൻ്റെ മെയിൻ കാരണവും ഇത് തന്നെയായിരിക്കും. അവർ AIനെയാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിസ് ടൈം. ആൻഡ് നോർമലി നമ്മൾ കാണുന്ന AI ഫീച്ചേഴ്സും കുറച്ച് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. ബട്ട് അതൊന്നും നമ്മൾക്ക് ചുമ്മാ വീഡിയോ കണ്ട് മനസ്സിലാവില്ല. പേഴ്സണലി നമ്മളത് ഉപയോഗിച്ച് നോക്കിയാലേ എത്രത്തോളം ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആകും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. എന്നാലും എൻ്റെ സംശയം ഇത്രയും നല്ല ഒപ്റ്റിമൈസേഷനെ കൊണ്ടുവന്നിട്ടുള്ളവർ One UI 7 പറ്റി ഒരു വാക്ക് അവർക്ക് മിണ്ടാമായിരുന്നു. അതൊന്നും വൈ മേ ബി സാധനം വന്നിട്ട് ആൾക്കാർ ഈ സാധനം എന്തുകൊണ്ട് പറഞ്ഞില്ല. കഴിഞ്ഞ വർഷം മറ്റേ ഈ ഡിസ്പ്ലേയുടെ മുകളിലുള്ള കോട്ടിങ്ങിനെ പറ്റി ഇവൻ്റ് പറഞ്ഞിരുന്നിട്ട് പിന്നീട് ആൾക്കാർ ഹൈപ്പ് കൊടുത്തില്ലേ. പിന്നീട് ആൾക്കാർ നോക്കിയപ്പോൾ ഇത്ര നല്ല സാധനം എന്താ പറയാത്തതെന്ന് ചോദിച്ചില്ലേ. അവർ ഹൈപ്പ് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കുമോ? സോ ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന സ്ഥിതിക്ക് ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നമുക്ക് 1 മില്യൺ ഫാമിലി ആവാം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.